ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം മദീയ ഹൃദയാകാശേ ചിദാനന്ദമയോ ഗുരു ഉദയത് സതതം സമ്യകജ്ഞാനത്തിമിരാരുണ. ഏവർക്കും നമസ്കാരം. ശനിയുടെ മാറ്റം ഈ മാർച്ചിൽ സംഭവിക്കുകയാണല്ലോ. നമ്മളതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. മാർച്ച് 29, 2025 രാത്രി 9:44 ശനി കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് 1200-ാം ആണ്ട് മീനമാസം 15-ാം തീയതി. ഇപ്പോൾ കണ്ടകശനിയായിട്ടും അഷ്ടമശനിയായിട്ടും ഏഴരശനിയായിട്ടും അനുഭവങ്ങൾ ചില രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആർക്കൊക്കെയാണ് മാറ്റം വരിക എന്ന് നോക്കുകയാണെങ്കിൽ, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം, അതായത് പുണർദം 4-ാം പാദം, പൂയം ആയില്യം, ഈ നക്ഷത്രക്കാർ ഇപ്പോൾ അഷ്ടമ ശനിയുടെ ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മകം, പൂരം, ഉത്രം, കാൽ ഇവർ കണ്ടകശനി എന്നൊരു ഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃശ്ചികക്കൂറ് എന്ന് വെച്ചാൽ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ നക്ഷത്രക്കാർ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര എന്ന ഇടവക്കൂറുകാർ അവരും ഈ കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനി ഇപ്പോൾ 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം എന്ന ഭാവം. 4-ൽ ശനി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, മാതാ സുഹൃന്മാതുലഭാഗിനിയോ ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യമമ്പ ശയനം ച വൃദ്ധി പശ്വാധികം ജന്മഗ്രഹം ചതുർത്ഥാൽ എന്നൊരു ഭാഗം. അപ്പോൾ അമ്മാവൻ, വീട്, വാഹനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ പുതുക്കി പണി, അങ്ങനെയൊക്കെ ആ ദോഷങ്ങൾ അങ്ങനെ ആ വഴിക്കും മാറിപ്പോകാം. 7-ാം ഭാവമാണെങ്കിൽ കളത്ര സ്ഥാനമാണ്. അപ്പോൾ വിവാഹമതനാലോക ഭാര്യാഭർത്ത സമാഗമ ശയ്യാസി സർവ നഷ്ടാർത്ഥമോ ഇതിനാനുവി സപ്തമാണെന്നുള്ളൊരു ഭാഗത്തിൽ ദാമ്പത്യ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രതിസന്ധികളോ അസ്വാരസ്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ 10-ാം ഭാവത്തിലാവുമ്പോൾ അത് കർമ്മസ്ഥാനമായതുകൊണ്ട് ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, ആജ്ഞാലംബനമേതൽ സർവം ചന്ദ്യം ഹി ദശമേന എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ കർമ്മമേഖലയിലോ ഭൃത്യന്മാരെ കൊണ്ടൊക്കെ ഉള്ള പ്രയാസങ്ങൾ സമാജത്തിലൊക്കെ ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ അങ്ങനെ സംഭവിക്കാം. ഇത് കണ്ടകശനിയുടെ. ഇനി ഏഴരശനി ആർക്കൊക്കെയാണ് എങ്കിൽ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശനി കുംഭത്തിലായതുകൊണ്ട്, അപ്പോൾ 12-ാം രാശി, ജന്മരാശി, 2-ാം രാശി, ഈ 3 കൂടിയിട്ടാണ് ഏഴരശനി വരിക. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണല്ലോ നിൽക്കുക. അങ്ങനെ 2.5 7.5 വർഷം ഇതാണ്. പക്ഷേ ഈ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര വരെയുള്ള നക്ഷത്രക്കാർ എന്ന് വെച്ചാൽ മകരക്കൂറുകാർക്ക് ഈ ഏഴരശനി കഴിയാൻ പോവുകയാണ്. അതേസമയം അവിട്ടം അവസാന 2-ാം പാദം, ചതയം, പുരൂരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർ, പൂരൂരുട്ടാതി അവസാന കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ 15 നാഴിക കാൽ, ഇത്രയും നക്ഷത്രക്കാർക്ക് ഏഴരശനി ആരംഭിക്കുകയാണ്. കന്നിക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. പക്ഷേ കന്നിക്കൂറുകാർക്ക് അത് 2.5 വർഷത്തിൽ നിൽക്കാൻ സാധ്യതയില്ല. അത് 5 വർഷം നീളും. കാരണം ഈ കണ്ടകശനി കഴിഞ്ഞാൽ പിന്നെ 8ലേക്ക് നീങ്ങുമ്പോൾ അഷ്ടമശനി എന്നുള്ളൊരു സംഗതി കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മറ്റ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ, ആത്മീയമായിട്ടുള്ള അനവധി കാര്യങ്ങൾ നടത്തുന്ന, പുരോഗതി തരുന്ന ഒരു ആളാണ് ശനീശ്വരൻ. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ, അതേപോലെ നല്ല ബന്ധങ്ങൾ, യഥാർത്ഥ ബന്ധങ്ങൾ, പുണ്യസ്ഥല സന്ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കാറുണ്ട്. മന്ദശാസ്ത്രാധികം എന്ന ഒരു പ്രമാണമനുസരിച്ച് ശാസ്താവിനെ ഭജിക്കുക, ആഞ്ജനേയസ്വാമിക്ക് വഴിപാടുകൾ, വെറ്റിലമാല മുതലായവ സമർപ്പിക്കുക, ഗണപതി ഹവനം, ദേശക്ഷേത്രമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈശ്വര
ആഭിമുഖ്യത്തോടു കൂടിയിട്ട് ഈശ്വര സേവാപരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ആശുപത്രിയിലും മറ്റുമൊക്കെ ആയിട്ട് രോഗികൾക്കും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഔഷധ കാര്യങ്ങൾക്കോ മറ്റൊക്കെ സഹായങ്ങൾ, കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ വരുന്ന ദോഷങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ, ഇല്ലാതാക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി ശനി മീനത്തിലേക്ക് മാറുമ്പോൾ ആരംഭിക്കുന്ന ആർക്കൊക്കെയാണ് എങ്കിൽ കണ്ടകശനി ആരംഭിക്കുന്നത് ധനുക്കൂറുകാർക്ക് വരും, കന്നിക്കൂറുകാർക്ക് വരും, മിഥുനക്കൂറുകാർക്ക് വരും. ഇത്രയും പേർക്കാണ് കണ്ടകശനി വരിക. ഏഴരശനിയുടെ കാര്യം നമ്മൾ പറയുകയും ചെയ്തു. അഷ്ടമശനിയുടെ കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ശരിയായ നിലയിൽ ശനിയുടെ ഈ മാറ്റത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നമസ്കാരം.